അങ്ങനെ രാവിലെ തന്നെ കിണിച്ചോണ്ടിരിക്കുന്ന എല്ലാവരും മഴ കാരണം കുട പിടിച്ചോണ്ട് നടക്കുമ്പോൾ ഞാൻ എന്റെ തലയാട്ടിക്കൊണ്ടാണ് നടന്നത്. എന്തോ ചെയ്യുമെന്ന് പറയുന്നത്. അതിന്റെ ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ നല്ലൊരു കണ്ണാടി കുട്ടീനെയും കണ്ടപ്പോ അതിനുശേഷം ഈ അപ്പാപ്പൻ എന്നോട് ഇന്ത്യക്കാരെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പാപ്പൻ സീൻ ഫയറാണ് കേട്ടോ. അപ്പാപ്പൻ എന്നോടൊന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് പന്നി എല്ലാവരും കഴിക്കില്ലേ? ഞാൻ പറഞ്ഞില്ല, റിപ്ലൈ നിങ്ങൾ കഴിക്കും, നിങ്ങൾ കഴിക്കും. അങ്ങനെ അവിടുത്തെ നഴ്സിന്റെ ആ വിജിലംബിച്ച കണ്ണട എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം നമ്മൾ നേരെ നോക്കിയപ്പോൾ ഈ മെഷീന്റെ അകത്ത് കാശിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ യൂസിന് ഈ മെഷീനിലാണ് കാശ് ഇടേണ്ടത്. പഠിക്കുന്ന കാലത്ത് പോലും ക്ലാസ് കയറാത്ത ഞാൻ ഇപ്പൊ സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ നൊക്ലാജി അടിക്കുന്നു. സ്കൂളിൽ പോകുന്ന കാലത്തൊന്നും നേരം പോലും പോയില്ല. ഇപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ബ്രേക്കിലൊക്കെ ഇറങ്ങിപ്പോഴത്തെ പോകാൻ തോന്നുന്നു സ്കൂളിലോട്ട്. സ്വന്തം വീട്ടിലേക്കാൾ ഒച്ചയിൽ ഹോസ്പിറ്റലിൽ പാട്ടിട്ട് ഈ അപ്പാപ്പന് ഒരു മാസം തന്നെ. അതിനുശേഷം വൈകുന്നേരം നമ്മൾ ബസ് കയറിയപ്പോ ഒരു മനുഷ്യന്റെ കുട്ടിയില്ല, ഞാനല്ലാണ്ട് എന്തോ ചെയ്യുമെന്ന് പറയും. അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ ഒരു ലോഡ് സൂപ്പർ ബൈക്സും നടക്കുന്നുണ്ട്. തിരിച്ചു വന്ന് നമ്മുടെ ടെഡീനെയും കെട്ടിപ്പിടിച്ച ഒരു ഒറ്റ കിടത്ത. അപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ ഓക്കെ ബൈ.